നമസ്കാരം. അങ്ങനെ നമ്മൾ വീണ്ടും 1 more വീക്ക് ഫിനിഷ് ചെയ്തു. പ്രോഫിറ്റിലാണ് എൻ്റെ പേ ചെയ്തിട്ടുള്ളത്. എവറിത്തിങ് പെർഫെക്റ്റ്ലി ഫൈൻ. അതായത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നിഫ്റ്റി ഭയങ്കര മോശമാണ്, പ്രമുഖരൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, വളരെ മോശം എന്നൊക്കെ പറഞ്ഞ് ഡയറക്ഷൻ കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വേളായിരുന്നു. ബട്ട് നമ്മൾ ക്ലീൻ ആയിട്ട് എൻ്റെ പേ ചെയ്തിട്ടുണ്ട്. വി ആർ ഇൻ പ്രോഫിറ്റ്സ്. അതെ, ഇപ്പം റൺ ചെയ്യണ മാർക്കറ്റ് ഒരു പരിധിയിൽ കൂടുതൽ ടൈറ്റ് മാർക്കറ്റാണ്. ആ മാർക്കറ്റ് തന്നെ ഇനിയൊരു 6 മാസം കൂടിയും എക്സാക്ട്ലി ദ സെയിം മൂവ് ചെയ്യണമെന്ന് ഞാൻ പറയുക. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല കേട്ടോ, എനിക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും മോശം മാർക്കറ്റിൽ നിൽക്കുമ്പോഴാണ്, അതായത് മോളിൽ പോണ്, താഴേക്ക് വരുന്നു, തിരിച്ച് മോളിൽ പോണ്, ഒരു പിടിയും തരാത്ത മാർക്കറ്റ്. ഭയങ്കര ടൈറ്റാ, എനിക്കും ടൈറ്റ് തന്നെയാണ്. പിന്നെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു, ഞാൻ നാട്ടുകാരെ പൈസ ട്രേഡിങ് പഠിക്കാന്ന്. ഏത് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഒക്കെ എടുത്തു വെച്ചിട്ട് നാട്ടുകാരെ പൈസ പഠിക്കാന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, ഇവിടെ ആളുകള് എന്നെ വിശ്വസിച്ചിട്ട് ഒത്തിരി പേര് അക്കൗണ്ട് ഹാൻഡ്ലിംഗിലുണ്ട്, ടിപ്സിലുണ്ട്. ഈ മാർക്കറ്റ് മോശമായ സമയത്ത് ചില ആളുകൾ നിർത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും നമ്മളെ കൂടെ പണ്ട് മെട്രിക്സുള്ള ആളുകളാ. അവർക്കറിയാം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റിയിലേക്ക് നമ്മൾ മാറുകയാണ്. നിഫ്റ്റി നമുക്ക് അറിയില്ലാത്തതിൽ പുതിയതാണ്, വളരെ ടൈറ്റാണ്. ബട്ട് എനി ഹൗ വി വിൽ മാനേജ്. ആ എനി ഹൗ വി വിൽ മാനേജ് എന്ന് പറഞ്ഞ ഡയലോഗിൽ ഈ ആളുകൾ മുഴുവൻ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദോഷമായിട്ടില്ല. അവർക്ക് എന്നേക്കാൾ കൂടുതൽ കോൺഫിഡൻസാണ്. മനസ്സിലായില്ലേ? അവർക്കറിയാം ഞാൻ ശരിയാക്കുന്നു. കാരണം പാസ്റ്റ് ട്രാക്ക് റെക്കോർഡുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് യാതൊരു ഇഷ്യൂസും ഇല്ലാന്ന്. ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ എൻ്റെ കൂടെ അക്കൗണ്ട് ഹാൻഡിലുള്ള ആളുകളും ടിപ്സിലൊക്കെ ഉള്ള ആളുകൾ കേൾക്കൂലേ? എനിക്ക് വന്നിരുന്ന് നുണ പറയാൻ പറ്റുമോ? തള്ളാൻ പറ്റുമോ? യാഥാർത്ഥ്യമല്ലേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 1 lakh 1.5 to 1 lakh 1.5 lakhs മിനിമം ക്യാപിറ്റൽ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് മന്ത്ലി 10,000 രൂപ മിനിമം ഗ്യാരണ്ടി ഉറപ്പാ. കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സിമ്പിളാ. നമ്മളെ സംബന്ധിച്ച് സിമ്പിളാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാട്ടുകാരെ പൈസ ട്രേഡിങ് പഠിക്കുകയാണ്. എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കമന്റ് കണ്ടു. ഓൻ പറഞ്ഞ കറക്റ്റാ, അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അയാൾ പുറത്തുള്ള ആളാ. അയാൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാം. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേ, ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ജസ്റ്റ് വണ്ടിയിൽ അങ്ങോട്ട് കുത്തി സംസാരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയാന്ന് എനിക്ക് ഓർമ്മയില്ല, വരാൻ പോണ വീഡിയോയിൽ എന്താ പറയാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഷെർലക് ഹോംസിന്റെ സീരീസ് അല്ല, അത് ചെയ്തോൻ ഷാരിക, അല്ലെങ്കിൽ അതുമാതിരി കുറെ ആളുകളുണ്ട്. അവർ കഴിഞ്ഞ വീഡിയോ കണ്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ പറയാ. അവർക്കറിയാം ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. എനിക്ക് ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച് ബോധമില്ല. എനിക്ക് ഡൂസ് ആൻഡ് ഡോൺസ് അറിയുന്ന ഒരൊറ്റ ഫീൽഡുള്ളൂ. ഞാൻ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ് ദാറ്റ് ഐ നോ വെൽ. അല്ലാതെ ക്ലയൻസിനോട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ആളുകൾ കാണും, ട്രേഡിങ്ങിനെ കുറിച്ചൊരു ഒന്നും അറിയാത്ത ആളുകൾ കാണും, പഠിക്കാൻ ആഗ്രഹമുള്ളവർ കാണും, ഇതിനെക്കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയുന്നവർ കാണും, എല്ലാവരും കാണും. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ലീസ്റ്റ് ബോധേടാ. മനസ്സിലായില്ലേ? നീ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്താലില്ലെങ്കിൽ എനിക്ക് മത്തായി പറഞ്ഞ മാതിരിയാ. കാരണം ഈ സാധനം എനിക്ക് ചെയ്യാനറിയാം, എനിക്കിത് വൃത്തിക്ക് ചെയ്യാനറിയാന്നുള്ളത് ഇവിടെ അക്കൗണ്ട് ഹാൻഡ്ലിംഗിലുള്ളവർക്കും ടിപ്സിലുള്ളവർക്കും നല്ല ബോധ്യമുണ്ട്.
ഇന്ന് ഈ കേരളത്തിൽ ഈ പരിപാടി സംസാരിക്കുന്ന ആരെക്കാളും ബെറ്റർ ആയിട്ട് ഞാൻ ഈ സാധനം ചെയ്യുന്നുള്ളത് ഇതിലുള്ള ആളുകൾക്ക് ബോധ്യമുണ്ട്. അപ്പൊ അവർക്ക് ആ ബോധ്യം വരണമെങ്കിൽ എനിക്ക് പണിയറിയുന്നുള്ളതാ. അവരാരും ഇല്ലെങ്കിലും ഞാൻ ഗംഭീരമായിട്ട് സർവൈവ് ചെയ്യുന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന ആളുകള് ഇന്നെ നന്നാക്കാൻ നിൽക്കുന്നതല്ല, അവരുടെ ഫ്യൂച്ചർ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിടുത്തം വിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന സകല ആളുകളും കാശുണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു സംശയ കാര്യത്തിൽ ആർക്കും ഇല്ല. മനസ്സിലായില്ലേ? ഈ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റില് ഒരാൾക്ക് സംശയമില്ലാന്ന്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ആർക്കാ കറക്റ്റ് ആയിട്ട് മനസ്സിലാവാന്ന് ചോദിച്ചാൽ നമ്മളെ കൂടെയുള്ള ആളുകൾക്കാ. ഞാൻ പല എക്സാമ്പിൾസും പല അനുഭവങ്ങളും പല കാര്യങ്ങളും പറയുമ്പോൾ അത് ഇതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പുറത്തൊരാൾ കേൾക്കുമ്പോ തള്ളായി തോന്നും. എന്ത് തള്ളണി, ഇയാൾ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ജറ്റ് വരെ തെറിച്ചു പോകുന്നുള്ള തള്ളാണ്. കാരണം അവ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ ഗ്രാമം നോക്കിയിരുന്നിട്ട് ഒരു കുത്തും മനസ്സിലാവില്ല. നഷ്ടം 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 നഷ്ടം. ഒരു ട്രെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോ ഒരു പി അവിടെ എടുത്തു, ഒരു സി അവിടെ എടുത്തു, മറ്റേത് അങ്ങനെ എടുത്തു, മറിച്ച് എങ്ങനെ എടുത്തു. ഇതുവരെ അവന് മനസ്സിലായിട്ടില്ല. തിയറി പുസ്തകത്തിൽ പറയാൻ വളരെ ഈസിയാ, ഭയങ്കര സിമ്പിളാ. ട്രേഡിങ് പഠിക്കാന്നുള്ളത് ഭയങ്കര ഈസി അല്ലേ? ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ, ആർക്കും പറ്റും. അതിനൊരു സ്പെഷ്യൽ എന്താ പറയാ ഒരു സാധനം ഉണ്ട്, അവർക്ക് പറ്റും, എല്ലാവർക്കും പറ്റില്ല. ചില ആളെ എവറസ്റ്റൊക്കെ കയറിപ്പോണുള്ളൂ. എന്തൊരു മല കയറാൻ വലിയ പണി, എനിക്കും പറ്റും നിങ്ങൾക്കും പറ്റും അല്ലേ? ട്രൈ ചെയ്താൽ മതി. എന്നാൽ റിയാലിറ്റിയിലേക്ക് വരും. പറ്റുമോ നമ്മളെ ചോദിക്കും. യാഥാർത്ഥ്യ ഇത് പണിയെടുക്കണേ, പണിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറ്റും, ഒരു സംശയമില്ല. അത് എടുക്കാൻ എത്ര പേര് തയ്യാറാണെന്നുള്ളതാണ് ചോദ്യം. അതിനിപ്പോ ഞാൻ തയ്യാറല്ല. എനിക്ക് പറ്റും ഉറപ്പാണ്, പക്ഷെ ഞാൻ തയ്യാറല്ല. ഞാൻ തയ്യാറില്ലാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പോ ഞാൻ ഈ നാട്ടുകാരെ പൈസ കൊണ്ട് ഇത് ട്രേഡിങ് പഠിക്കാന്ന് പറഞ്ഞ ആള് മനസ്സിലാക്കുക, ഇതിന്റെ അകത്തുള്ള ഒരാൾക്കും ആ ഒരു കമന്റ് ചെയ്ത ആ ഒരു മോഡ് ഓഫ് എന്താ പറയാ ആ ഒരു സാധനല്ലേ, അതിനോട് യോജിപ്പില്ല. കാരണം എല്ലാ ആൾക്കും അറിയാം എനിക്ക് സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്, മാർക്കറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്, ഒരു പ്രശ്നമില്ല. തല്ലിപ്പൊളി മാർക്കറ്റ് എവറി ഡേ ഞങ്ങൾ ട്രേഡ് ചെയ്യണ്ടേ? എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആയിക്കോട്ടെ. ആകപ്പാടെ 3 മാർക്കറ്റ് ഇവിടെ ഉള്ളോ. ഒന്ന് മുകളിലേക്ക് ട്രെൻഡിങ്, താഴേക്ക് ബെയറിഷ് ഫോൾ, താഴേക്ക് ട്രെൻഡ് അടിക്കും, പിന്നൊന്ന് സൈഡ്. 3 ഞങ്ങൾക്ക് പറ്റും. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉപഘടകങ്ങൾ എന്ന് പറയുന്ന സബ്സ് ഉണ്ട് ഒരുപാട്. ട്രെൻഡിങ്ങിൽ തന്നെ ഒരുപാട് സബ്സ് ഉണ്ട്, താഴേക്കുള്ള തന്നെ ഒരുപാട് സബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡ് വേസിന് ഒരു കുറെ സബ്സ് ഉണ്ട്. അപ്പം പണിയുണ്ട്, മറിച്ചെല്ലാം തീർന്നു. ചെയ്തുണ്ടാക്കാൻ നല്ല പണിയുണ്ട്, ഉറക്കൊഴിച്ച് പണിയെടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ദയവേത് മനസ്സിലാക്കുക, ഈ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് വെറുതെ പറഞ്ഞല്ല. നമ്മളെ കൂടെയുള്ള സകല ആളും പിടുത്തം വിട്ട് കാശുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല ആ കാര്യത്തില്. എന്റെ കൂടെ നിൽക്കുന്ന ആർക്കും ആ കാര്യത്തിൽ സംശയമില്ല. ഓരോ ദിവസം കഴിയും തോറും അങ്ങനെ ഈ സാധനം പവറായിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പറയുമ്പോളേ സത്യം പറഞ്ഞ് എനിക്ക് തന്നെ പേടിയുണ്ട്. ഇപ്പൊ അന്നികള് കണ്ണു വെച്ച് കഴിഞ്ഞാൽ പണ്ടടങ്ങി പോയി. കഴിഞ്ഞല്ല അനുഭവിച്ചാണ്. പക്ഷെ അതിനൊരു സ്ഥാനം ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധൈര്യമാണ് ഈ പറയണത്. അതില്ലാന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പേടിച്ചു സത്യത്തില്. കാരണം എന്റെ ബുദ്ധിയും സാധനമൊക്കെ എന്റേതല്ലാണ്ടായി പോയി. വല്ലാത്ത അനുഭവം. അനുഭവം വരണ വരെ, അതായത് ആ അനുഭവം വരെയുടെ മുമ്പ് എന്നെ വിളിച്ച് പലരും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്, പക്ഷെ എനിക്കിത് ആക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല, പല പ്രശ്നങ്ങള്, സമയദോഷമാണ്. അപ്പൊ ഞാൻ അവരെ കളിയാക്കും, എനിക്കൊല്ല പ്രാന്തുണ്ടാ. എനിക്കത് അങ്ങനെ ഞാൻ കളിയാക്കൊണ്ടേയിരിക്കും. എനിക്കൊല്ല പ്രാന്തുണ്ടോന്ന് ചോദിക്കും. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഞാനത് അനുഭവിച്ചപ്പോ
നീ മനസ്സിലായി ഇതൊക്കെ ഉള്ളത് തന്നെയാ. ഇതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ മാനേജ് ചെയ്തില്ലെങ്കിൽ പണിയാ. ട്രേഡ് ചെയ്യാനല്ല പണി, ഈ വക സാധനങ്ങൾ മാനേജ് ചെയ്യാനാ. പെട്ടുപോയി മോനെ. അതുകൊണ്ട് ഈ പണിക്കിരിക്കുന്ന മനസ്സിലാക്കിക്കോ, അനക്കുള്ള സാധനം ഞാൻ വെച്ചിട്ടുണ്ടാ, കിട്ടും നിനക്കത്. വെയിറ്റ് ചെയ്യ്. അപ്പൊ ഇതുമ്മ തൊട്ടോൻ അനുഭവിക്കാണ്ട് പോയില്ലട്ടാ, അത് ഉറപ്പാണേ. ഓനെ അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പോ ഈ സാധനം വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ക്ലീനാണ്, നമ്മൾ കറക്റ്റായിട്ട് സാധനം ചെയ്യും. മാർക്കറ്റ് എന്ന് പറഞ്ഞത് വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സ്പെഷ്യലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയേക്കാളും ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും അടിപൊളി. കറണ്ട് ഫീൽ, ഇപ്പോഴത്തെ ഫീൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒന്നും പറയാനില്ല, ഗംഭീരം. കാരണം എന്ത് സുഖം ട്രേഡ് ചെയ്യാൻ, മനസമാധാനം. ഇങ്ങനെ 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 വണ്ടി വിളിച്ച് വരുന്ന വരില്ല വരുന്നേ, ഭയങ്കര അനുഭവ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാളാഴ്ച തന്നു എനിക്ക് ഇൻസ്റ്റയില്, ഭയങ്കര കോമഡിയാ. ഫോറക്സ് ട്രേഡ് ചെയ്യണതാ, വീഡിയോ എടുത്തിട്ട്. കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കണവനെ, മാർക്കറ്റ് 3 മണിക്കല്ലേ, 3 മണിക്ക് എഴുന്നേറ്റ് വെള്ളം എടുത്ത് അതിൽ കുറേ ഐസ് ഇട്ട് അതിൽ മുക്കി കഴുകിയേ. അത് കഴിഞ്ഞ് അവൻ 3 ബാഗ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൻ്റെ വീട്ടിലാ അതിൽ നിന്ന് ഒരു സാധനം എടുത്ത് കെട്ടി, പിന്നെ പെർഫ്യൂം എടുത്തിട്ട് കയ്യിൻ്റെ ഇവിടെ അടിച്ച് എന്താ കാഫി വന്നിരുന്നു അവിടെ, ടേബിൾ ഫാൻ ഓൺ ചെയ്തു. ക്ലാസ്. എത്ര മണിയാണെന്നറിയോ? 3 AM എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? എത്ര പറഞ്ഞത് കറക്റ്റ് അല്ലേ? ജനലി കൂടെ നല്ല വെളിച്ചടിക്കുക നാട്ടുച്ചക്കിന്. നാട്ടുച്ചക്ക് ജനലിന്റെ ഷെയ്ഡിൽ കൂടെ അടിപൊളി വെളിച്ചം. അപ്പുറത്ത് സൂര്യൻ 10 വെച്ച മാരിയാ. അപ്പോ എന്നിട്ട് അവൻ പോസ്റ്റ് ചെയ്തു സാധനം. അപ്പൊ എത്ര ബോധമുണ്ടവന്. എന്നിട്ട് അത് കാണുന്ന ആളോട് കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താ ചങ്ങാതി 3 AM എന്ന് പറഞ്ഞിട്ട് 12 മണിയാണല്ലോ ഇപ്പൊ സമയം. ഇതാണ് ഈ വിഷയം. ഇവനെന്തിനാ പെർഫ്യൂം അടിക്കണതും ഇവന്റെ വാച്ചും ഇവന്റെ സ്യൂട്ടും ഇവന്റെ സെറ്റപ്പും നാട്ടുകാർ കാണിക്കണേ? എന്താവശ്യത്തിന്? ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ ട്രേഡ് പറയുക, ഇതേ മാർക്കറ്റ് ഇതാണെന്നും നമ്പർ ഇതാണെന്നും ഇത് ഇവിടെ എത്തുന്നും ഇന്ന സ്റ്റോപ്പാണെന്നും അത് പറയുക. അല്ലാണ്ട് കുറെ ബ്രാൻഡഡ് വാച്ചും ബ്രാൻഡഡ് കാറും ബ്രാൻഡഡ് സാമാനം കാണിച്ചിട്ട് ആർക്കാവശ്യം താല്പര്യമുള്ളത്? നിങ്ങൾ അവന്റെ ബ്രാൻഡഡിനെ കോമാളിത്തരം കാണാൻ വന്നിരിക്കുന്നതാണോ? നിങ്ങൾ കാശുണ്ടാക്കാൻ വരുന്നതല്ലേ? മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ച് വരുന്നതല്ലേ അല്ലേ? അപ്പൊ നമ്മൾ അതിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? ഇതാണ് സിമ്പിൾ ചോദ്യം. വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? ഈ ലോകം മുഴുവൻ കറങ്ങണത് ഒറ്റ ബേസ് ഉള്ളൂ. ഈ ദുനിയാവ് മൊത്തം കിടന്ന് കറങ്ങണത് ഒറ്റ ചോദ്യത്തിന്റെ പിന്നിലാ, വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? ഒരാളെ ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ താല്പര്യമുള്ള ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ? എനിക്കല്ല, അദ്ദേഹത്തിന്. എൻ്റെ കൂടെ കൂടിയ ശരിയാവോ ഇല്ലയോ? സിമ്പിൾ. ശരിയാവുന്നുണ്ടെങ്കിൽ ആള് നമ്മളെ ഇങ്ങനെ പോക്കിയാറടിക്കും, ശരിയാവില്ലെങ്കിൽ കട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ ഞാനിത് നാട്ടുകാരെ കയശിന്ന് പഠിക്കുകയാണെന്നും നാട്ടുകാരെ പൈസ വെച്ച് ഞാൻ സാധനം പഠിക്കുകയാണെന്നും ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ കൂടെ ആളുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവര് എന്തെങ്കിലും ആയിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. ദേ ആർ സേഫ്. അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ വീഡിയോയിൽ വിളിച്ചു പറയണേ. അപ്പൊ പുറത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചേ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ? അവര് ഈ ഷെർലക് ഹോംസിന്റെ മറ്റേ കോളർ വെച്ച് നോക്കുന്ന സമയത്ത് ബൈനോക്കുലർ കൂടെ നോക്കില്ലേ ഇങ്ങനെ ഷെർലക് ഹോംസ് ലൈനിൽ. അപ്പോൾ ഒബ്സർവേഷനും ഡിഡക്ഷനും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒറ്റ സൈനിങ് ആയ that guy is a fraud. കഴിഞ്ഞു. നീ എന്തെന്നെ ചെയ്താലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, റീസൺ ഈ സിമ്പിളിനെ, എനിക്ക് പണി അറിയാ. അതുകൊണ്ട് അന്നൊന്നും താങ്ങേണ്ട കാര്യമില്ല.
ഞാൻ ഈ പാട്ടക്കാരിൽ ഈ സാധനം കുത്തിയിട്ട് സംസാരിക്കണേ, അല്ലാതെ ഞാൻ വേറൊരു ബേളത്തിന് വരുന്നില്ല. എന്താ എനിക്ക് താല്പര്യമില്ലതേ. ഞാൻ പോയോ ഒന്ന് രാത്രി, ഇപ്പൊ സമയം എത്രയാ, 11:15. ആ സമയത്താണ് ഞാൻ ഈ സാധനം കുറിച്ച് സംസാരിക്കുന്നത്. കഴിഞ്ഞു. അല്ലാതെ ഇതിൽ വേറൊരു അഭ്യാസവും ഇല്ല. ഇത് പച്ചയായ ഒരു വീഡിയോ, ഇതിലുള്ള പച്ചയായ കാര്യങ്ങൾ, പച്ച പരമാർത്ഥാണ് ഈ പറയുന്നത്. അല്ലാണ്ട് നിന്നെ പറ്റിക്കാനോ അല്ലെങ്കിൽ വേറൊന്നിനല്ല. ഇപ്പം ഞാൻ ടിപ്സ് മാത്രമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആള് എന്തെങ്കിലും ഉടായിപ്പുണ്ട്. ഞാൻ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ്, എന്തെന്നില്ലാത്ത ഹാപ്പിനെസ് ആണ് റിയലി. കാരണം നമ്മൾ ഒരു വലിയൊരു കയറ്റം കയറിയിട്ട് കഷ്ടപ്പെട്ട് വേർത്തിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമ്മളിങ്ങനെയാണ്, ഭയങ്കര സുഖ. കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെയാണ്, അയ്യോ സ്റ്റീപ്പ്. അത് ആരും കുഴപ്പമില്ല കേട്ടോ, അത് എനിക്ക് പറ്റിയൊരു പ്രശ്നം. ഏതൊരുത്തും പണി എന്നതാ, എൻ്റെ തലതിരിഞ്ഞു പോയി, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണമുണ്ടോ സത്യത്തിൽ. ഞാൻ ഈ ബാക്കിയുള്ള സൈഡും കൂടിയും ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കുറേ. ഈ വക സാധനങ്ങളൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിലൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്ത് എല്ലാ സാധനങ്ങളും കറക്റ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എതിരഭിപ്രായം ഉണ്ടാവും കേട്ടോ പലർക്കും. ഈ മോഡേൺ നിരീശ്വരവാദി ഗ്രൂപ്പ്സിനും അതുപോലെ തന്നെ നമ്മളുടെ മെൻ്റലിസ്റ്റ് ആദിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ പറയും ഇതൊക്കെ തട്ടിപ്പാന്ന് പറഞ്ഞോളയും. ഈ മെൻ്റലിസ്റ്റ് ആദിയുടെ കോൺവെർസേഷൻ മുഴുവൻ ശ്രദ്ധിച്ച് നോക്കുക, ഭയങ്കര ഡിപ്രഷനിലാണ്. പേഴ്സണലായിട്ട് ചോദിച്ചു നോക്ക്, ഭയങ്കര ഡിപ്രഷനിലാണ്, കൂടപ്പുറപ്പ ഡിപ്രഷൻ. അപ്പോ നമുക്ക് ലൈഫില് നമ്മൾ ഈ ദൈവമുണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തപ്പിപ്പോയാൽ നമ്മൾ ഈ 50-60 വയസ്സ് വരെയൊക്കെ പോവുള്ളൂ. പോട്ടെ, ഇനിയിപ്പോൾ 100 വയസ്സ് ജീവിക്കുന്നു വിചാരിച്ചു, ഇത് പോരാന്ന് ഇത് കണ്ടെത്താനായിട്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് കണ്ടെത്താൻ വേണ്ടി പോയിട്ട് നമ്മൾ അവസാനം ഇത് കണ്ടെത്താനും പറ്റുന്നില്ല. നമ്മുടെ വയസ്സ് മുഴുവൻ പോവുകയും ചെയ്തു, നല്ല കുറേ സമയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ആകെ നമുക്കൊരു ഡിപ്രഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നല്ല ലൈഫ് എന്ത് ചെയ്തു എന്ന് തോന്നിപ്പോവും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കലല്ല നമ്മുടെ പരിപാടി. നമ്മളെ പരിപാടി ലൈഫ് കളറാക്കുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ പ്രൈം. പിന്നെ അതിൽ ഈ വക സാധനങ്ങളൊക്കെ എഫക്ട് ചെയ്ത് വരുമ്പോൾ അതിനൊന്ന് മാറ്റി നിർത്തുക. ഇതാണ് ഒരു യാഥാർത്ഥ്യം. അത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ബാധിക്കരുത്. എനിക്ക് വയ്യ തലവേദന എടുക്കാൻ, അല്ലെങ്കിൽ 100,000 കാര്യമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി കുട്ടിക്ക് വന്നിട്ട് ചിറ്റിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കുക. അല്ലാതെ ഇതുണ്ടോ ഇല്ലയോ തർക്കം വെക്കാനും നമ്മളാളല്ല. എനിക്കറിയില്ല, ആരും ഇത് കണ്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഫീലാണ്, നമുക്കറിയാം, നമ്മൾ അനുഭവിക്കുന്നു. അവിടെയാണ് നമുക്കതിന് ഡിഫറൻസ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇതിൽ ഈ കാര്യത്തിലൊന്നും നമ്മൾ ഒരു തർക്കത്തിനും ആളല്ല. മനസ്സിലായില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആളാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. നമുക്ക് ഒബ്സർവേഷൻ്റെ പീക്കിൽ നമുക്ക് കിട്ടണം. ഡെഡ്യൂസ് ചെയ്യാൻ പറ്റണം. അത്രയും ഡെപ്തിൽ നമുക്ക് ഇൻഫർമേഷൻ വേണം. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ബ്രെയിൻ തെറ്റാൻ പാടില്ല. നമുക്ക് വേണ്ടാത്ത തോട്ട് വരാൻ പാടില്ല. നമുക്ക് ക്ഷീണം വരാൻ പാടില്ല. നമുക്ക് ഉറക്കം വരാൻ പാടില്ല. കാരണം നമ്മൾ മണി മാറ്റേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ചെറിയ പാകപ്പിഴവ് പോലും ഉണ്ടാക്കുന്നത് ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാൻ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോണ സമയത്ത് നമുക്ക് ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന് പറയാൻ പറ്റില്ല. അവിടെ കുറച്ച് സെക്കൻഡ്സോ മിനിറ്റ്സോ ഉള്ളോ, അതിനുള്ളിൽ ഈ സാധനം മുഴുവൻ നമുക്ക് മനസ്സിലാവണം. നമുക്ക് അറിയണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്രയും ഷാർപ്പായിരിക്കണം, നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും സിമ്പിളായിട്ട് നമുക്കാണ് മനസ്സിലാവുക.
ഇത് എനിക്ക് വരാൻ പാടില്ലല്ലോ, ഞാൻ ഇങ്ങനെയുള്ളതെന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തതും അതിൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ആ പ്രോബ്ലം ക്ലിയർ ചെയ്യാൻ നമ്മൾ സഞ്ചരിച്ച റൂട്ട്, അത് ക്ലിയർ ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൽ നിന്നാണ് നമ്മളീ പറയുന്നത്. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. എനിക്കത് തെളിയിക്കാനും സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഇത് ആരെ തന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി അടുത്തുണ്ടെങ്കിൽ നീ കൊണ്ടുവന്നോന്ന് പറയണില്ലേ, അത് വെല്ലുവിളിയാണ്, ചലഞ്ചിങ് ആണ്. കാരണം ഞാൻ അതിൽ അത്രയധികം റിസർച്ച് ചെയ്തു. ട്രേഡിൽ എത്രമാത്രം റിസർച്ച് ചെയ്യണ്ടോ അത്രമാത്രം ഞാൻ ആ ഫീൽഡ് റിസർച്ച് ചെയ്തു. ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് സിമ്പിൾ. നൗ ബ്ലിം. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി അവിടെ വരിക, എഴുതുക നമ്മൾ കള്ളനാണെന്നും നമ്മൾ ഫ്രോഡാണെന്നും നാട്ടുകാരെ പൈസ ട്രേഡിൽ പഠിക്കുന്ന ആളാണെന്നും നിങ്ങളൊക്കെ പറ്റിക്കുകയാണെന്നും ഒക്കെ എഴുതുക.